അപ്പോൾ ഇന്നത്തെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ആരെ വീടുമായിട്ടാണ് വന്നേക്കണേന്നറിയോ? മലയാള സിനിമയുടെ മറ്റൊരു കോമഡി താരം, അല്ലെങ്കിൽ ഒരുപാട് തമാശകൾ നമുക്ക് പറഞ്ഞു തന്ന സിനിമാ നടൻ, ചെറിയ പൊക്കം കുറഞ്ഞ വലിയ ഒരു നടൻ, അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് ഞാനിന്ന് പോകുന്നത്. മലയാള സിനിമയുടെ സ്വന്തം കൊച്ചു പ്രേമൻ ചേട്ടൻ. മലയാള സിനിമയിൽ ഒരുപാട് ഹാസ്യ കഥാപാത്രങ്ങൾ ചെയ്ത് അദ്ദേഹത്തിൻ്റേതായുള്ള രീതിയിൽ ഒരു വലിയ കലാകാരനായിട്ട് മാറിയ കൊച്ചു പ്രേമൻ ചേട്ടൻ്റെ വീട്ടിലേക്കാണ് ഞാനിന്ന് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കാണുന്നതാണ് നമ്മുടെ വലിയവിള ജംഗ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഈ ജംഗ്ഷൻ്റെ അടുത്താണ് അദ്ദേഹത്തിൻ്റെ വീടുള്ളത്. ഇതാണ് അദ്ദേഹം ജനിച്ചു വളർന്ന നാട്. ട്രിവാൻഡ്രം സിറ്റിയുടെ ഏറ്റവും അടുത്തായിട്ടുള്ള ഒരു ഭാഗമാണിത്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഒരുപാട് നടന്മാരൊക്കെ താമസിക്കുന്ന സ്ഥലമാണ്. ഇപ്പോൾ നമ്മളെ മുന്നിൽ കാണുന്ന ഈ ഒരു റോഡുണ്ടല്ലോ, ഈ റോഡ് വഴി കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വീടാവും. തൊട്ട് അടുത്ത് തന്നെയാണ് ഇരിക്കുന്നത്. വലിയവിള ജംഗ്ഷനോട് ചേർന്ന് തന്നെയാണ് പുള്ളിയുടെ വീടുള്ളത്. ഈ കാണുന്ന റോഡേ ഞാൻ മുന്നോട്ട് നടക്കുകയാണ്. നമ്മുടെ വലിയവിള ജംഗ്ഷന് തൊട്ടടുത്തായിട്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വീടിരിക്കുന്നത്. അപ്പോൾ ഞാൻ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് മലയാള സിനിമയിലെ ഒരു പ്രഗത്ഭനായ നടൻ്റെ വീട്ടിലേക്കാണ്. നമുക്കെല്ലാവർക്കും പരിചിതനായിട്ടുള്ള കൊച്ചു പ്രേമൻ ചേട്ടൻ. ഈ അടുത്ത സമയത്താണ് അദ്ദേഹം നമ്മളിൽ നിന്നൊക്കെ വിട്ട് പിരിഞ്ഞു പോയത്. കല്യാണരാമനിലെ കൊച്ചു പ്രേമൻ ചേട്ടൻ്റെ കഥാപാത്രം ആരും മറന്നു കാണാൻ വഴിയില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് നടന്നു വരുമ്പം തന്നെ പുള്ളിയുടെ വീടായി കേട്ടോ. ഈ കാണുന്നതാണ് അദ്ദേഹത്തിൻ്റെ വീട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ കയറിയപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫ് അവിടെയുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന ഒരു നടി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വൈഫ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വൈഫ് എന്ന് പറഞ്ഞാൽ ഗിരിജ എന്ന് പറയുന്ന മലയാള സിനിമയിലും അതേപോലെ സീരിയൽ രംഗത്തൊക്കെ ഒരുപാട് വേഷങ്ങൾ ചെയ്തിട്ടുള്ള ഒരു പഴയകാല നടിയാണ്. ഇപ്പോഴും പല സീരിയലുകളിലും ആ ഒരു അമ്മ അഭിനയിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ആ അമ്മ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഈ വന്ന ടൈമിൽ ആ അമ്മ മറ്റേതോ സീരിയൽ വർക്കിനോ എന്തിനോ വേണ്ടിയിട്ട് പുറത്തേക്ക് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുമായിരുന്നു. അപ്പോൾ ഒട്ടും ടൈമില്ല. മറ്റൊരു ദിവസം വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് സംഭവങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. നമുക്ക് കാണാം എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കുറച്ച് ഓർമ്മകളിലൂടെയൊക്കെ വേണമെങ്കിൽ നമുക്ക് പോകാൻ പറ്റും. തൽക്കാലത്തേക്ക് ഇപ്പോൾ ടൈമില്ലാത്തത് കൊണ്ട് ഇതിലോട്ടൊന്നും കിടക്കുന്നില്ല. ജസ്റ്റ് ഞാൻ ഈ വീട് നിങ്ങളെ മുമ്പിൽ കാണിക്കുവാണ്. അപ്പോൾ ഈ കാണുന്നതാണ് അദ്ദേഹത്തിൻ്റെ വീട്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഓർമ്മകൾ നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഷൂട്ടിംഗ് ഇല്ലാത്ത ടൈമിലൊക്കെ അദ്ദേഹം ഒരുപാട് തവണ നടന്നു പോയിക്കൊണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്. ഇപ്പോൾ അദ്ദേഹം നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയിട്ട് കുറച്ച് കൊല്ലങ്ങളാവും. മലയാളികളെ ഒരുപാട് തവണ ചിരിപ്പിച്ച നടനാണ്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കോമഡികൾക്ക് റിപ്പീറ്റ് വാല്യൂ ഉണ്ട്. എപ്പോൾ കണ്ടാലും ചിരി വരും. പ്രത്യേകിച്ച് കല്യാണരാമൻ എന്ന് പറയുന്ന സിനിമയിലെ ആ ഒരു കോമഡി, അതേപോലെ തന്നെ നമ്മളെ തെങ്കാശിപ്പട്ടണത്തിലെ മച്ചമ്പിയേ എന്ന് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടല്ലോ, അത് ഭയങ്കര സംഭവമാണ്. അതൊക്കെ ഒരുപാട് തവണ ചിരിച്ചിട്ടുള്ള കോമഡികളാണ്. അപ്പോൾ ഇത് മാത്രം കണ്ടുകൊണ്ട് ജസ്റ്റ് ഈ വീഡിയോ ക്ലോസ് ചെയ്യാണ്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് കഥാപാത്രങ്ങളുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്നത് തിളക്കം എന്ന സിനിമയിലെ ആ ഒരു വെളിച്ചപ്പാടാണ്. തിളക്കം സിനിമയിലെ ആ ഒരു കഥാപാത്രം ആരും മറക്കാൻ വഴിയില്ല, ഇനി ഒട്ടും മറക്കാനും പറ്റത്തില്ല. അത്രയും കിടിലം ഒരു വെളിച്ചപ്പാടായിരുന്നു അദ്ദേഹം അതിൽ അവതരിപ്പിച്ചത്. അങ്ങനത്തെ ഒരു വെളിച്ചപ്പാട് ഒരു സിനിമയിലും ആരും അവതരിപ്പിച്ചിട്ടില്ല. അത്രയ്ക്കും എന്താ ചെയ്യുക, കാലത്തിനനുസരിച്ച് മാറിയ ഒരു വെളിച്ചപ്പാടാണ് അല്ലേ. അതിൽ ആ ഒരു സിനിമ മൊത്തത്തിൽ കോമഡിയാണ്. ഏറ്റവും കൂടുതൽ ശ്രദ്ധ പിടിച്ചു പറ്റിയത് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കഥാപാത്രമായിരിക്കും. സാധാരണ വെളിച്ചപ്പാടെന്ന് പറയുമ്പോൾ ഒരു കാവിത്തുണിയാണ് വെളിച്ചപ്പാട് കൊടുക്കുക. പക്ഷേ അതിൽ അദ്ദേഹത്തിന് പാൻറ് ഇടേണ്ടി വന്നു. അങ്ങനത്തെ ഒരു കഥാപാത്രം എനിക്ക് തോന്നുന്നു വേറെ ഒരു സിനിമയിലും കാണത്തില്ല. മലയാള സിനിമയിൽ ഒരുപാട് കോമഡി ചെയ്യുന്ന നടന്മാരുണ്ടെങ്കിലും ഇദ്ദേഹത്തിൻ്റെയൊക്കെ ആ ഒരു കോമഡി എന്ന് പറഞ്ഞാൽ അത് വേറൊരു ലെവലാണ്. കാരണം അദ്ദേഹത്തിൻ്റെ തനത് ശൈലിയാണ് ആ കോമഡിക്ക്. ആർക്കും അനുകരിക്കാനും പറ്റത്തില്ല. അദ്ദേഹത്തിൻ്റെ ശബ്ദം, അദ്ദേഹത്തിൻ്റെ ആ ഒരു ശബ്ദവും അദ്ദേഹത്തിൻ്റെ ആ ഒരു നോട്ടവും
അതൊക്കെ കാണുമ്പോൾ തന്നെ ആൾക്കാർക്ക് ചിരി വരും. പ്രത്യേകം അദ്ദേഹം സംസാരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരുമാതിരി വലിച്ചു നീട്ടി ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ. അപ്പോൾ ആ ഒരു ശബ്ദം കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും പൊതുവേ ചിരി വരും. അപ്പോൾ അത്രയ്ക്കും മികച്ച ഒരു കലാകാരനാണ് അദ്ദേഹം. അദ്ദേഹമൊക്കെ നമ്മളെ വിട്ടു പോയത് മലയാള സിനിമയ്ക്ക് വലിയൊരു നഷ്ടം തന്നെയാണ്. അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്ന കഥാപാത്രങ്ങളിലൂടെ എല്ലാ സമയത്തും അദ്ദേഹത്തിനെ ഓർക്കും. മലയാള സിനിമയിൽ ഒരുപാട് കിടിലം ഹാസ്യവേഷങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളെന്ന് പറയുന്നത് എല്ലാം തന്നെ ഒരു പ്രത്യേക അടിപൊളിയായിട്ടുള്ള കഥാപാത്രങ്ങളാണ്.